വീട്ടില് നല്ല ഗപ്പി, നല്ല മോളി, അത് മാത്രമല്ല ഇവിടെ ലൈവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതില്. ഹലോ ഞാനും നമ്മുടെ മീനു കുട്ടാ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. അവിടുത്തെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എന്നെ നമ്മളൊരു സർപ്രൈസ് കാത്തൊക്കെയുണ്ട്. നമ്മുടെ ഫുൾ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ആ സർപ്രൈസ് എന്താണെന്ന് കാണും. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു സർപ്രൈസാണത്. ഉണ്ണിമോനൊക്കെ സർപ്രൈസ് ഇഷ്ടം. ഉണ്ണിമോൻ ഈഗർലി കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് പോവാം. അപ്പൊ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെ ഫാമിലി ഫ്രണ്ട് വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ണിമോള് പറയണോട്ട് ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. അറിയില്ല എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം അല്ലേ? ഉണ്ണിമോൻ കാണുന്നു. അപ്പൊ ഞങ്ങൾ നമ്മുടെ ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. അപ്പൊ നമ്മുടെ സർപ്രൈസ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് എന്താണ് നമുക്ക് കാണണ്ടേ? നമുക്ക് ആ സർപ്രൈസ് കാണാം. അതന്നെ നമ്മുടെ പൂച്ചക്കുട്ടിയാണ് സർപ്രൈസ്. ഇതിന്റെ പേര് മീനും. എനിക്ക് എന്താ പക്ഷെ അവിടെ ഒളിച്ചിരിക്കണം. നമ്മള് കണ്ടിട്ട് പേടിച്ചിരിക്കണം. ഹാപ്പി കണ്ടത്. അപ്പൊ നമ്മൾ സർപ്രൈസ് നമ്മള് പൂച്ചക്കുട്ടിയാണ്. രണ്ടാളുണ്ട്. ഒന്നേന്റെ ഒരു ബെഡിന്റെ അടിയിൽ പോയി. പിന്നെ മറ്റൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബെഡ് വെച്ചിട്ടുണ്ട്. കണ്ടോ ഫുഡ് ഉണ്ട്. സോറി മീനു. ഇതിന്റെ പേര് മീനു എന്നാണ്. മീനുനെ ഭയങ്കര ഇഷ്ടമായി. അത് ക്യാമറ ഇവിടെ കുറെ കൊടുക്കണ്ട. എന്നെ നോക്കി കൊണ്ടിരിക്കണ പേടി. ഉണ്ണിമോന്റെ കയ്യില് പൂച്ചക്കുട്ടി ഉണ്ട്. എങ്ങനെ പൂച്ചക്കുട്ടി ഇഷ്ടമായ ഉണ്ണിമോനെ? പേരെന്താ വേണ്ട? മിക്കി മീനു. മറ്റേ മിക്കി എവിടെ? ഏതാണ് മിക്കി? ഇത് മീനു. അതെ ഇഷ്ടായ? അത് വിളിച്ചു നോക്കിയാവനാ. അവൻ കൈയൊക്കെ എടുത്തിട്ടുണ്ടോ? അത് ഞാൻ ഞെക്കല്ല അവനാ. അവൻ ഉറങ്ങിപ്പോവും. മിക്കി മീനു. ഓക്കെ മീനുവാ. അവൻ ചാർന്ന് നോക്കിക്കോട്ടാ. മിക്കി ചാർന്ന് നോക്കിക്കോ. കളിയോടി കളി. അതെ കളിയോടി. ചാർന്ന് തുടങ്ങി. അപ്പൊ നമ്മുടെ മൈക്കിന്റെ അതൊക്കെ അവൻ വലിച്ചു പറിക്കുന്നുണ്ട്. മീനല്ലേ അത്? മറ്റേ കൊണ്ടുവന്നേ ഇവിടെ നോക്കടാ. ഇവിടെ നോക്കടാ. അപ്പൊ അടുത്ത ആള് വന്നിട്ടോ. അടുത്ത ആളാ. രണ്ടുപേരുണ്ട്. ഇത് മീനു. ഇത് മിക്കി. ഭയങ്കര ഇത്
അപ്പൊ ഈ പൂച്ചയുടെ രോമം എന്താണ് ചെയ്യണമെന്നുള്ളതാണ് ആൾക്കാർക്ക് സംശയം. എന്താ അപ്പൊ എന്താ പൂച്ചയുടെ രോമം ഇങ്ങനെ പൊഴിയുന്നുണ്ടെങ്കിൽ നമ്മളത് കളക്ട് ചെയ്യും. ഇങ്ങനെ കാണിച്ചിട്ടല്ലേ അറിയാം. അതൊക്കെ ഇങ്ങനെ പൂച്ചയുടെ രോമം നമ്മൾ ഇത് നിന്ന് തരും. അപ്പൊ ആ രോമം എല്ലാം ആൾക്കാർ പിടിക്കും. എന്തേലും പറയാ ഈ മഞ്ഞ നന്ദി എവിടെ കിട്ടും? ആ സാധനം മഞ്ഞ ചെയ്യണല്ലേ? ഇവിടെ ഉണ്ണിമോളായിട്ട് ഒരാളുണ്ട് കേട്ടോ. അതല്ല ഉണ്ണിമോളൊക്കെ കുറെ നേരം ഇരിക്കണം. അതെങ്കിലും ഉണ്ണിമുള്ള കാലൊക്കെ വന്നിട്ട് ഉച്ച വെക്കണ്ടിട്ട് ഉണ്ണിമുള്ള കായ അതിന്റെ തേങ്ങ വയ്ക്കലാണ്. ഉണ്ണിമുള്ള കയ്യിലുണ്ട്, മീനുണ്ട്, കാലൊക്കെ ആ കിടന്ന് ഉണ്ണിമുള്ള കാല് നന്നായിട്ട് വന്നിട്ട് ഇവിടെ പൂച്ച മാത്രമല്ല, ഇവിടെ അപ്പൊ ഇവിടെ പൂച്ച മാത്രമല്ല, ഇവിടെ നല്ല ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിലുള്ള ഫിഷുകൾ നമ്മൾ കാണിക്കണേ. അക്വേറിയത്തില് നല്ല ഗപ്പി, നല്ല മോളി, അത് മാത്രമല്ല ഇവിടെ ലൈവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇതില് കണ്ടോ, അടിപൊളിയായിട്ട് ലൈവ് ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഇത് എന്താണ് ഇതിന്റെ പേര് എനിക്കറിയാൻ പാടില്ല. അതിന്റെ ഇടയിൽ നമ്മൾ കണ്ടൊരു പ്രത്യേകത സ്നെയിൽസ് ഉണ്ടല്ലോ ഇവിടെ. സ്നെയിലൊക്കെ സ്നെയിൽ ഉണ്ട് ഇവിടെ. ഒച്ച അല്ലേ? ഈ ഒച്ചിന് ഒരു ഗുണമെന്നുണ്ടെങ്കിൽ ഈ ഒച്ചയിൽ തന്നെ ഞങ്ങൾ ഒരു പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫുഡ് പോകും. അപ്പൊ ഫുഡ് ഭയങ്കര പൈസ ലാഭിക്കാം എന്ന് ഞാൻ പറയണ കേട്ടാ. ശല്യം എന്നാണ് അത് പറയണത്. ശംഖുണ്ടാ. അപ്പൊ ഇതാ ഇതില് നല്ല ഗപ്പീസ് എല്ലാം വയറെല്ലാം വെപ്പിരിക്കുന്ന കുഞ്ഞുങ്ങളാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പൊ ഇതാണ് പൂച്ചയുടെ കൂട് അല്ലേ? പൂച്ചയുടെ പറഞ്ഞത് കാണോ? താഴത്ത് എന്നിട്ട് ഇടയ്ക്ക് കയറുമല്ലേ? ബെഡ് ഉണ്ട് ഇതില്. ഇനിമൊന്നുമില്ല. അപ്പൊ അവിടെ പൂച്ച ഒരാൾ കൊണ്ട് റെസ്റ്റ് എടുക്കണം. താഴത്ത് പില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ണി അവിടെ നോക്കും. അപ്പൊ ഉണ്ണിമോന്റെ പൂച്ചന കൂട്ടിലൊക്കെ ഉണ്ട്. പുറത്തോട്ട് പോകുമ്പോ പുറത്തേക്ക് വേടാ, പുറത്തേക്ക് വേടാ. പുറത്തേക്ക് വാ. ഇവിടെ അപ്പൊ നമ്മള് ചേനുണ്ട്, മീനുണ്ട്. ഇനി നമ്മൾ കാണാൻ പോണ ലവ് ബേർഡ്സ് ആണ്. നമുക്ക് ലവ് ബേർഡ്സ് കാണാം. അപ്പൊ ഇവിടെ ലവ് ബേർഡ്സ് കുറെ ഉണ്ട്. ഇങ്ങനെ രണ്ടെണ്ണം ഉയ്യാലയിലിരിക്കണം. മറ്റേതും ഉയ്യാല ഇരിക്കണല്ല. ഇത് ഉയ്യാല. മറ്റേത് അങ്ങനെ കിളികളിരിക്കണ പോലത്തെ ടോയ്സിനെ അവർക്ക് ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട്. സൈഡില് അതിൻ്റെ ഉള്ളിലൊക്കെ കിളികളാ. അതെ കണ്ട. പിന്നെ താഴത്ത് ഫുഡ് ഇട്ട് കൊടുക്കണം. വേസ്റ്റ് ഒക്കെ താഴ്ത്തിക്ക്. പിന്നെ ചാട്ടില് വള്ളിന്റെ ഇടിക്കാനുണ്ട്. പിന്നെ ഇതിലും രണ്ടിലും ഫുഡും, പിന്നെ ഇതില് വല്ല. അപ്പൊ ഇവിടെ നല്ല ലവ് ബേർഡ്സ് ഉണ്ട്. എന്തൊക്കെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടോ? പിന്നെ മോളിലും ലവ് ബേർഡ്സ് ഉണ്ട്.
അപ്പൊ നമ്മളെ പൂച്ചക്കുട്ടിയെ കൂടി പൂച്ച നമ്മളെ കൂട്ടിക്കേറിയിരിക്കണല്ലേ? ആണോ? അത്യാവശ്യം മീഡിയം ഹൈറ്റൊക്കെ ആയിട്ടുണ്ട്. ചെടിച്ചട്ടിലൊക്കെ ചിലപ്പോൾ വേറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കറ്റാർവാഴയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, നാടനൊക്കെ നന്നായി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ താമസിക്കാന്ന് പറഞ്ഞാൽ വില്ലയിലാണ്. ഇത് 10 മണിപ്പൂവാണ്, പിങ്ക് റോസ് കളറൊക്കെ ആയിട്ട് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് 4 മണി കഴിഞ്ഞ് വാടിപ്പോ ഇങ്ങനെ പൂവിങ്ങനെ വാടിപ്പോവും. പിന്നെ കടലാസ് പൂവുണ്ട്. ജില്ലയിലായതുകൊണ്ട് ഇങ്ങനത്തെ വളർത്താനൊക്കെ നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് 10 മണി പൂക്കളൊക്കെ ഉണ്ട്. അത് നല്ല ലൈറ്റ് റോസ് കളറായിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇവിടെ പനിക്കൂർക്കയുണ്ട്. ഒരു 3-4 ചെടിച്ചട്ടിയിൽ പനിക്കൂർക്കയുണ്ട്. കുറച്ച് പനിക്കൂർക്കയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്ക. ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് നന്നായിട്ട് വളരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ഇതൊന്നും കേസ് ഔട്ട്ഡോറാണ്. കാറൊക്കെ കിടക്കാണല്ലോ. ഇവിടെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. ഇവിടെ തക്കാളിയാണിത്, എന്തൊക്കെയോ വളർത്തുന്നുണ്ട് ഇവിടെ. വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, ഗ്രേ ഉണ്ട്. ഇപ്പോൾ ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഊഞ്ഞാൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ മുട്ടയിടാനുള്ള കൂടൊക്കെ ഉണ്ട്. വളരെ സൗണ്ടാണ്, സൗണ്ടാണ്. അപ്പൊ നമ്മളെ മീനു, ഹലോ, അപ്പൊ നമ്മളിതൊക്കെ പിടിക്കില്ല, നന്നായിട്ട് പിടിക്കുന്നത്. ഹലോ മാഡം, ഇറങ്ങുവാ. എന്നെ വിളിച്ചല്ല, ഉണ്ണിമ്മ വന്നോ? ഹലോ ഹലോ ഹലോ, ഹലോ 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 ഹലോ. ഇതാ ആ പേര്. ഹലോ ഹലോ. Ano ba tayo? Ano lang ba? Ano lang? പോവേണ്ടിട്ടാ മീനു. മീനു ഹലോ, ഞാൻ ഇറങ്ങിയാണ്.
ഉണ്ണിമോന് ഭയങ്കര ഇഷ്ടമായി അല്ലേ? ഉണ്ണിമോക്ക് ഇഷ്ടമായി. അപ്പം ബൈ ബൈ. ആണോ? എടുത്തോന്നാ പോവാന്നോ? ആ ഉണ്ണിമോൻ സൈഡായി. ഓക്കെ ബൈ ബൈ. അവൻ കുറച്ച് ഞാൻ പറയും ഈ പുരുഷന്മാർ ഫോണിലെന്ന് നോക്കും. എപ്പോഴും എടുത്ത് നോക്കിയിടും.